എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുതിയൊരു വേട്ടക്കഥയിലേക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കടുവയുടെയും പുലിയുടെയും ആനയുടെയും എല്ലാം വേട്ടക്കഥയാണല്ലേ. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുവാൻ പോകുന്നത് ഒരു കരടിയുടെ വേട്ടക്കഥയാണ്. അതുമാത്രമല്ല, ജിം കോർബറ്റിൻ്റെയോ കെന്നത്ത് ആൻഡേഴ്സൻ്റെയോ അല്ലെങ്കിൽ മെർലിൻ സ്മിത്തിൻ്റെയോ വേട്ടക്കഥയല്ല, ഒരു ഇന്ത്യൻ വേട്ടക്കാരൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. കഥ തുടങ്ങുമ്പോൾ ആരാണോ വേട്ടക്കാരനെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പുതിയ അറിവായിരിക്കും. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പറ്റുവാണെങ്കിൽ ആ ഹൈപ്പും കൂടെ നടിക്കുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. സുഹൃത്തുക്കളെ, വേട്ടയാടലിൻ്റെയും ശിക്കാരികളുടെയും ലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ജിം കോർബറ്റും കെന്നത്ത് ആൻഡേഴ്സണും ഹ്യൂ ജലനുമൊക്കെയാണ് അല്ലേ. എന്നാൽ അധികമാർക്കും അറിയാത്ത ഈ ഇതിഹാസങ്ങൾക്കൊപ്പം തന്നെ പേര് പറയേണ്ട ഒരു ഇന്ത്യൻ വേട്ടക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷൗക്കത്ത് ഹാഷ്മി. ഒരു കൗതുകകരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഷൗക്കത്ത് ഹാഷ്മി ഇന്നത്തെ പ്രശസ്ത ബോളിവുഡ് നടനായ ഇമ്രാൻ ഹാഷ്മിയുടെ മുത്തച്ഛനാണ്. നമ്മൾ ഇന്ന് പോകുവാൻ പോകുന്നത് 1952 അന്നത്തെ ബോളിവുഡിലെ നിത്യഹരിത നായകനായ ദേവാനന്ദ് അഭിനയിക്കുന്ന രാഹി എന്ന സിനിമയുടെ ചിത്രീകരണം നീലഗിരി കുന്നിൽ നടക്കുകയായിരുന്നു. കാടിൻ്റെ അഗാധമായ നിശബ്ദതയിൽ ക്യാമറകൾ ചലിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ പോലും അറിയാതെ അവരെ ചുറ്റിപ്പറ്റി മറ്റൊന്നുകൂടി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യമാംസത്തിൻ്റെ രുചി തേടി അലയുന്ന ഒരു ജോഡി കരടികളായിരുന്നു അവ. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മുംബൈയിലെ തിരക്കുകളിൽ നിന്നും മാറി ഒരിക്കൽ കൂടി എനിക്ക് നീലഗിരിയിലേക്ക് പോകാൻ അവസരം കിട്ടി. ഖാജ അഹമ്മദ് അബ്ബാസിൻ്റെ രാഹി എന്ന സിനിമയുടെ യൂണിറ്റിനൊപ്പമായിരുന്നു ആ യാത്ര. മുമ്പ് പലതവണ വേനലവധിക്കാലത്ത് ഞാൻ ആ കുന്നുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്രയുടെ സുഖം വേറെ തന്നെയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്നും കുന്നൂരിലേക്കും തിരിച്ച് അങ്ങോട്ടുമുള്ള വഴി പ്രകൃതിയുടെ ഒരു മായാജാലം പോലെയാണ് എനിക്ക് തോന്നിയത്. ചുറ്റും നോക്കിയാൽ പച്ചപ്പ് പുതച്ച മലനിരകൾ, പലതരം വർണ്ണങ്ങളിലുള്ള കാട്ടുപൂക്കളുടെ ഗന്ധം, മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം പോലും എത്ര വ്യക്തമായി കേൾക്കാമെന്ന് ഞാൻ അന്നാണ് ആദ്യമായി അറിയുന്നത്. തലയ്ക്ക് മുകളിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഒഴുകി നടക്കുന്നു. തണുത്ത കാറ്റിൻ്റെ ഓരോ കുളിരും ശരീരത്തിൽ തൊട്ട് കടന്നു പോകുമ്പോൾ നീലഗിരി മലനിരകൾ എന്നോട് എന്തോ ഒരു രഹസ്യം പറയാൻ വെമ്പി നിൽക്കുന്നത് പോലെ തോന്നി. സിനിമയുടെ ഷൂട്ടിംഗ് യൂണിറ്റിന് താമസിക്കാൻ കുന്നൂരിലെ ഡേവിസ് ഹോട്ടലിലായിരുന്നു മുറികൾ ഏർപ്പാട് ചെയ്തത്. ഏകദേശം 22 പേരോളം വരുന്ന ആ വലിയ സംഘത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്കല്പം സമാധാനവും നിശബ്ദതയും വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള മിസ്റ്റർ ഓഗാർ ഔൾഗട്ടിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റി. ഡേവിസ് ഹോട്ടലിൽ നിന്നും ഏകദേശം 1.5 മൈൽ താഴെ സിവിൽ ലൈൻസ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും ശാന്തമായ ഒരു കോണിലായിരുന്നു ആ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്തിരുന്നത്. രാത്രി വൈകിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കുന്നൂരിലെ തണുപ്പും യാത്രയുടെ ക്ഷീണവും കാരണം എല്ലാവരും വന്ന പാടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ പുലർച്ചെ തന്നെ ആ നിശബ്ദത ഭേദിക്കപ്പെട്ടു. കൃത്യം 4:45 ഗസ്റ്റ് ഹൗസിലെ ജോലിക്കാർ വാതിലിൽ ആഞ്ഞ് കൊട്ടുവാൻ തുടങ്ങി. തണുത്തുറഞ്ഞു നിൽക്കുന്ന ആ വെളുപ്പാങ്കാലത്ത് കഥകിലെ ആ ശബ്ദം ഉള്ളിലൊരു അസ്വസ്ഥതയുണ്ടാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് എത്തിയപ്പോൾ സമയം 6:45 കഴിഞ്ഞിരുന്നു. കുന്നൂരിൽ നിന്നും ഏകദേശം 7 മൈൽ അകലെയുള്ള ഒരു മലഞ്ചെരുവിലായിരുന്നു അന്ന് ഷൂട്ടിംഗ് നടക്കേണ്ടിയിരുന്നത്. 8 മണിക്ക് തന്നെ ജോലി തുടങ്ങണം. ഭക്ഷണം കഴിച്ച് തീർന്ന ഉടനെ തന്നെ ഞങ്ങൾ കാൽനടയായി ഡേവിഡ്സ് ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും നല്ല നിദ്രയിലാണ്. കാരണം തലേന്ന് രാത്രി ശിവയുടെ ശബ്ദം കാരണം ആർക്കും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും റെഡിയായി വരുമ്പോഴേക്കും സമയം ഒരുപാടെടുക്കും. അതുകൊണ്ട് തന്നെ ദേവാനന്ദും സച്ചിദേവും ഞാനും കൂടി ഒരു തീരുമാനമെടുത്തു.
യൂണിറ്റിൻ്റെ വണ്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നമുക്ക് തന്നെ അങ്ങോട്ട് നടന്നാലോ എന്ന. ലൊക്കേഷനിലേക്കുള്ള വഴി എനിക്ക് നല്ല നിശ്ചയമായിരുന്നു. തണുത്ത കാറ്റും നേർത്ത മഴത്തുള്ളികളും ശരീരത്തെ പുണരുമ്പോൾ പാട്ടുകൾ മൂളിയും തമാശകൾ പറഞ്ഞും ഞങ്ങൾ ആ കുറുക്കു വഴികളിലൂടെ താഴേക്ക് നടന്നു. ഏകദേശം 1.5 മൈലോളം ഞങ്ങൾ പിന്നിട്ട് കാണണം. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. വഴി തെറ്റിയോ എന്നൊരു സംശയം. കാറ്റിന് ശക്തി കൂടിക്കൂടി വരുന്നു. വൻമരങ്ങളുടെ ചില്ലകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഭീകരമായ ശബ്ദമാണ് അപ്പോൾ അവിടെ കേട്ടത്. ഞങ്ങൾ അവിടെ നിശ്ചലനായി നിന്നു. എൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത വല്ലാതെ കൂടി. ചുറ്റുമുള്ള വനങ്ങൾക്കിടയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി ഞങ്ങൾ വഴി തെറ്റിയിരിക്കുന്നുവെന്ന്. ചുറ്റും കൂറ്റൻ മലനിരകൾ, വിജനമായ കാട്. കാറ്റിൻ്റെ ഇരമ്പലിൽ മരച്ചില്ലകൾ ഭ്രാന്തമായി ആടുന്നു. ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലുടനീളം 100 കണക്കിന് ഉപവഴികൾ. ഒരു ചതിക്കുഴി പോലെ, ഒരു പത്മവ്യൂഹം പോലെ ആ പ്രദേശം ഞങ്ങളെ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു കൊച്ചു അരുവിയുടെ അരികിൽ നിന്നു. ചുറ്റും കണ്ണോടിച്ചു. ഒരൊറ്റ മനുഷ്യനില്ല, ഒരു വീടില്ല, ഒരു ശബ്ദവുമില്ല. കാറ്റിൻ്റെ ഭയാനകമായ ശബ്ദം, കാട്ടുമൃഗങ്ങളുടെ ആക്രോശങ്ങളും മാത്രം. ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്നത് മരത്തിന് മുകളിലുള്ള കുരങ്ങന്മാരാണ്. അവർ ഓരോ മരച്ചില്ലകളിൽ തൂങ്ങിക്കിടന്ന് ഇത്രയും ഭയാനകമായി നിലവിളിക്കുന്നത് എന്തിനായിരിക്കും? ദേവാനന്ദ് എൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. അദ്ദേഹം അടുത്തേക്ക് വന്ന് കണ്ണുകൾ കൊണ്ട് എന്നോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ശബ്ദം താഴ്ത്തി പതുക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു. വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് നല്ലത്. മൃഗങ്ങളുടെ ആ നിലവിളി കേട്ട് സച്ചിദേവ് നേരത്തെ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വാക്കുകൾ കൂടി കേട്ടതോടെ അയാൾ കിടുങ്ങുവാനും തുടങ്ങി. അവരുടെ മുഖത്ത് ചോരകൾ വറ്റിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഓരോ പാതകളും പരിശോധിച്ച് നടന്നു. ഏകദേശം 9 മണിയായി കാണും. പക്ഷേ ആകാശം അത്രമേൽ ഇരുണ്ടിരുന്നത് കൊണ്ട് സന്ധ്യ കഴിഞ്ഞ പ്രതീതിയായിരുന്നു അവിടെ. അപ്പോഴാണ് ആകാശത്ത് ഒരു വൻ സ്ഫോടനം നടന്നത്. ഇടിമിന്നൽ ഉണ്ടായത്. മലനിരകളിൽ തട്ടി ആ ഇടിമുഴക്കം പ്രതിധ്വനിച്ചു. ഒരു നിമിഷം ഞങ്ങളുടെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. ഭയം കൊണ്ട് ഞങ്ങൾ 3 പേരും പരസ്പരം ചേർന്ന് നിന്നു. അടുത്ത നിമിഷം വർഷങ്ങളായി, അതിൻ്റെ തൊട്ടടുത്ത നിമിഷം വർഷങ്ങളായി കരുതി വെച്ച ഭാരം മുഴുവൻ ഇറക്കി വയ്ക്കുന്നത് പോലെ ആകാശം പൊട്ടിപ്പിളർന്ന് മഴ ഇടിച്ചുകുത്തി പെയ്യുവാൻ തുടങ്ങി. രക്ഷപ്പെടാനായി ഒരിടം തേടി ഞാൻ ചുറ്റും നോക്കി. കുറച്ചകലെ ഒരു വലിയ പാറക്കൂട്ടത്തിൻ്റെ അരികിലായി പടർന്നു പന്തലിച്ചു നിന്നിരുന്ന ഒരു പേരാൽ മരം എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാനും സച്ചിദേവും ദേവാനന്ദും കൈകൾ പിടിച്ച് അങ്ങോട്ട് ഓടി. മഴത്തുള്ളികൾ കല്ലുകൾ പോലെ ഞങ്ങളുടെ ശരീരത്ത് വന്ന് തറയ്ക്കുവാൻ തുടങ്ങി. ഏകദേശം 10 മിനിറ്റോളം ഓടി ഞങ്ങൾ ആ വലിയ മരത്തിൻ്റെ താഴെ എത്തി. എല്ലാവരും ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. കാട്ടിലെ നനഞ്ഞ മണ്ണും ഇലകളും നിറഞ്ഞ ആ പാറപ്പുറത്ത് ഞങ്ങൾ മിണ്ടാതെ ഇരുന്നു. മഴ ഓരോ നിമിഷവും ഭയാനകമായി കൂടിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ചുറ്റും ചെറിയ തോടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. പേരാൽ മരത്തിൻ്റെ ചില്ലകളിൽ നിന്നും വെള്ളം ഞങ്ങളുടെ തലയിലേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് മരവിച്ച് ഞങ്ങൾ ചുറ്റും നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വലതുഭാഗത്തു നിന്നും ആ ഭീകരമായ ശബ്ദം ഞാൻ കേട്ടത്. ഒരുതരം ഗർജനം, ഹൃദയം നിലച്ചു പോകുന്ന ഒരുതരം ശബ്ദം. ഞാൻ ആ ഭാഗത്തേക്ക് തല തിരിച്ചു നോക്കി. ഏകദേശം 50 വാര അകലെ അതാ വരുന്നു, കരിനിഴൽ പോലെ ഒരു കൂറ്റൻ കരടിയും അവൻ്റെ പെൺതുണയും. അവർ ഞങ്ങളുടെ നേർക്കാണ് പാഞ്ഞു വരുന്നത്. അവരുടെ ആ വേഗതയും ഭാവവും കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ എന്തിനെയോ കണ്ട് ഭയന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അജില സച്ചിദേവിൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ഭീകരമായ നിലവിളി ഉയർന്നു. അത് കാടിൻ്റെ ആ നിശബ്ദതയെ കീറി മുറിച്ചു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന അവൾ ഞങ്ങളുടെ 2 പേരുടെയും ഇടയിലേക്ക് ഓടിക്കയറി. ഒരു നിമിഷം പോലും കളയാനില്ലായിരുന്നു. എൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ആ പേരാൽ മരത്തിൻ്റെ താഴ്ന്നു കിടക്കുന്ന ഒരു കനത്ത ചില്ലയിലുടക്കി. ഞാൻ അതിലേക്ക് ആഞ്ഞു പിടിച്ചു. എൻ്റെ ഉള്ളിലെ സകല കരുത്തും സംഭരിച്ച് മരവിച്ച കൈകൾ കൊണ്ട് ഞാൻ ആ ചില്ല ആഞ്ഞൊടിച്ചു. എൻ്റെ പിടിയിൽ ആ ഉണങ്ങിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ആ നിമിഷം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായിരുന്നു. ദൈവമേ, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ റൈഫിൾ എന്തിനാണ് ഞാൻ മാറ്റിവെച്ചത്? അത് പറഞ്ഞ് ഞാൻ സ്വയം എന്നെ തന്നെ ശപിച്ചു. ഒരു വേട്ടക്കാരനായിട്ടും കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആയുധമില്ലാതെ വന്ന എൻ്റെ അശ്രദ്ധ, അതോർക്കുമ്പോൾ എൻ്റെ ഉള്ള് ഉരുകുകയാണ്. എൻ്റെ കൂടെ നിന്നിരുന്ന ദേവാനന്ദും ഒട്ടും വൈകിയില്ല. അദ്ദേഹവും ആ മരത്തിൻ്റെ ഒരു ചില്ല വലിച്ചൊടിച്ചു.
അജലിയെ ഞങ്ങൾ ഞങ്ങളുടെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ആ വടികൾ പിടിച്ച് ഞങ്ങൾ ആ കരിവീരന്മാരെ നേരിടാൻ തയ്യാറായി. അങ്ങനെ നിൽക്കുമ്പോൾ ആ 2 കരടികൾ അതിവേഗം പാഞ്ഞു വന്ന് ആ പേരാൽ മരത്തിൻ്റെ തൊട്ടടുത്ത് നിന്നു. ഞങ്ങളും അവയും തമ്മിലുള്ള ദൂരം ഏകദേശം 12 അടി മാത്രമായി. ഞങ്ങൾ ഇരുവരുടെയും ഇടയിൽ ഒരു ചെറിയ നീരരുവി ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ പുതുതായി വന്ന ഒരു നീരരുവി. ആ 12 അടി ദൂരം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലം പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അവർ അവിടെ നിശ്ചലരായി നിന്നു. ഞങ്ങളെ ആക്രമിക്കുവാൻ വരുന്നതിന് പകരം അവർ ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഭീകരരൂപം അവരെ പിന്തുടർന്ന് അവരെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് അവരുടെ ഭാവത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ആ കൂട്ടത്തിലെ വലിയ ആൺകരടി തൻ്റെ കഴുത്തുയർത്തി ആകാശത്തേക്ക് നോക്കി ഒരു ഭയാനകമായ ഗർജനം നടത്തി. ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ സിരകളിൽ രക്തം തണുത്തുറഞ്ഞുപോയി. അതിൻ്റെ തൊട്ടടുത്ത നിമിഷം അവൻ തൻ്റെ പെൺതുണയെ തള്ളി മാറ്റിക്കൊണ്ട് ആ തോടിൻ്റെ വശത്തുള്ള ഇടതുഭാഗത്തേക്ക് ഓടി മറഞ്ഞു. അതിന് പിന്നാലെ ആ പെൺകരടിയും ഓടി. ആ 2 കരടികൾ ഞങ്ങളുടെ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഞങ്ങൾ അവിടെ അനങ്ങാതെ അങ്ങനെ നിന്നു. ആ തണുപ്പിലും ഭയം കൊണ്ട് ഞങ്ങളുടെ ശരീരം വല്ലാതെ വെട്ടിവേർത്തു. വസ്ത്രങ്ങൾ നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. കരടികൾ പോയെന്ന് ഉറപ്പായതോടെ അജലയെ നോക്കി. അവൾ തൻ്റെ ദുപ്പട്ട കൊണ്ട് മുഖം അമർത്തി പിടിച്ച് സകല ഊർജവും നഷ്ടപ്പെട്ട് ഒരു പാറപ്പുറത്ത് തളർന്നു വീണു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കനത്ത മഴ പതുക്കെ തോരാൻ തുടങ്ങി. മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഒരു വലിയ ആശ്വാസം ഞങ്ങൾക്ക് തോന്നി. ഞാൻ അജയയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. കാടിൻ്റെ ദിശകൾ ഏകദേശം കണക്കുകൂട്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരു കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ ദൂരെ അരുവിക്കാട് റോഡിൻ്റെ വെളുത്ത അടയാളങ്ങൾ തെളിഞ്ഞു കണ്ടു. ഞങ്ങൾ ആ റോഡിൻ്റെ ഭാഗത്ത് എത്തിയതും ഒരു ചുവന്ന നിറത്തിലുള്ള ബസ് ആ വഴി കടന്നുപോയി. അത് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ബസ്സായിരുന്നു. ഞങ്ങൾ ജീവൻ പണയം വെച്ച് ആ റോഡിലേക്ക് ഓടി. കൈ വീശി ഉച്ചത്തിൽ വിളിച്ച് അവരെ തടയുവാൻ നോക്കി. ഭാഗ്യത്തിന് യൂണിറ്റിലെ ഒരാൾ ഞങ്ങളെ കണ്ടു. ബസ് അവിടെ നിർത്തി. ഞങ്ങളുടെ അവസ്ഥ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. അന്ന് ദിവസം മുഴുവൻ ഷൂട്ടിംഗ് നടന്നു. ഇടയ്ക്കിടെ മേഘങ്ങൾ ഇരുണ്ടുകൂടിയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഷൂട്ടിംഗ് തീർക്കാൻ അന്ന് ഞങ്ങൾക്ക് സാധിച്ചു. അന്ന് രാത്രി തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും അത്രമേൽ തളർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. വെളിച്ചം വീണ് തുടങ്ങിയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. കുളിയും കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോൾ ഗസ്റ്റ് ഹൗസിലെ ജോലിക്കാരൻ വല്ലാതെ പരിഭ്രമിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആ ഭീകര വാർത്ത ഞങ്ങളോട് പറഞ്ഞു. സാറേ, ഇന്നലെ അർദ്ധരാത്രിയിൽ സിവിൽ ലൈൻസിലെ ആ അവസാന ബംഗ്ലാവില്ലേ, അവിടെ ഒരു മൃഗം കയറി വരാന്തയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കാവൽക്കാരനെ അത് കൊന്നുകളഞ്ഞു. അവൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടി. ആ കാവൽക്കാരൻ്റെ കരച്ചിൽ കേട്ട് ബംഗ്ലാവിലുള്ളവർ ഓടി വന്നപ്പോൾ കണ്ടത് 2 ഭീകരമായ കറുത്ത രൂപങ്ങൾ അയാളെ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്നതാണ്. അയാൾ ജീവന് വേണ്ടി പിടയുകയായിരുന്നു. ആ രാക്ഷസന്മാരുടെ നഖങ്ങൾ അയാളുടെ ശരീരത്തിൽ ആഴത്തിലിറങ്ങിയിരുന്നു. ഫോറസ്റ്റ് ഓഫീസറായ മിസ്റ്റർ വർമ്മ റാവു തോക്കുമായി ഓടി വന്ന് ആകാശത്തേക്ക് വെടിവെച്ചെങ്കിലും ആ മൃഗങ്ങൾ അയാളെ കാട്ടിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് ആളുകൾ അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും കാവൽക്കാരൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അയാളുടെ കയ്യിലെ മാംസം ആ മൃഗം ചീന്തിയെടുത്തിരുന്നു. ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ആ പാവം മരിച്ചു പോയിരുന്നു. അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പുതിയ ജർമ്മൻ റൈഫിലും 40 വെടിയുണ്ടകളും എടുത്ത് നേരെ ആ അപകടം നടന്ന ബംഗ്ലാവിലേക്ക് തിരിച്ചു. ആ കാവൽക്കാരൻ്റെ കുടുംബത്തിൻ്റെ കരച്ചിൽ അന്തരീക്ഷത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ റാവു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. സംഭവം നടന്ന ആ സ്ഥലത്തേക്ക്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും നനഞ്ഞ മണ്ണിൽ ഞാൻ ആ പാദമുദ്രകൾ കണ്ടു. അതും വ്യക്തമായി. എൻ്റെ സംശയം ഉറപ്പായിരുന്നു. ഇന്നലെ ഞങ്ങൾ കാട്ടിവെച്ച് കണ്ട ആ കരടികൾ തന്നെയായിരുന്നു ഇതിന് പിന്നിലും. ഞാൻ ആ കാട്ടുമൃഗത്തെ തേടി കാടിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങി. ഏകദേശം 2 മൈലോളം ഞാൻ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു. ഞാൻ സഞ്ചരിച്ച വഴിയിലുടനീളം വല്ലാത്ത നിശബ്ദതയായിരുന്നു. മരങ്ങൾക്ക് മുകളിലെ കുരങ്ങന്മാർ പോലും ഒന്നും മിണ്ടാതെ എന്നെ തന്നെ ഉറ്റുനോക്കുന്നു. പെട്ടെന്ന് ആ കാൽപ്പാടുകൾ അവസാനിച്ചു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് ആ വലിയ പേരാലിൻ്റെ ചുവട്ടിൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ അഭയം പ്രാപിച്ചല്ലേ, ആ പേരാൽ തന്നെ. ഇത്രയും നടന്ന് ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. തളർച്ച മാറ്റാൻ ഒരു കപ്പ് ചായ കുടിക്കാമെന്ന് കരുതി ഞാൻ റൈഫിൾ താഴ്ത്തി വെച്ചു. തെർമോ ഫ്ലാസ്ക് എടുക്കുവാൻ കൈ പൊക്കിയതും എൻ്റെ ദൃഷ്ടി ആ മരത്തിൻ്റെ കൊമ്പുകളിൽ ഉടക്കി. അവിടെ ആ കനത്ത ഇലകൾക്കിടയിൽ ആ കരടി ജോഡികൾ ഒളിച്ചിരിക്കുന്നു. അവരിപ്പോൾ അവിടെ ഇരുന്ന്
എന്നെ തന്നെയായിരുന്നു നോക്കി നിൽക്കുന്നത്. എൻ്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയതുപോലെ തോന്നി. എൻ്റെ കർത്താവേ, ഇവന്മാർ എപ്പോഴാണ് ഇനി എൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭീതി പടർന്നു. ഒരു നിമിഷം ഞാൻ എൻ്റെ ജർമ്മൻ റൈഫിലിൻ്റെ ഭാരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അതിൻ്റെ തണുത്ത ലോഹങ്ങൾ എൻ്റെ കൈകളിൽ മുറുകി. എൻ്റെ ശ്വാസോച്ഛ്വാസം വല്ലാതെ വേഗത്തിലായി. കാടിൻ്റെ വായുവിൽ അപ്പോഴും മരണത്തിൻ്റെ ഗന്ധം കലർന്നിരുന്നു. മരത്തിന് മുകളിൽ ഇരിക്കുന്ന ആ കരടികളുടെ ശ്വാസം പോലും എനിക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പതിയെ ആ റൈഫിലെടുത്ത് എൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. അതിൻ്റെ ബാരലിപ്പോൾ അതിന് നേരെ സാവധാനം ഞാൻ ചൂണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. തണുത്ത കാറ്റ് എൻ്റെ കാതുകളിൽ എന്തോ മന്ത്രിച്ചിട്ടുണ്ട്. കാട്ടുചെടികളുടെ ആ സുഗന്ധം ഇപ്പോൾ വല്ലാത്തൊരു ഭാരമായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പതിയെ ഒരു മുട്ടുകുത്തിയിരുന്നു. നിലത്ത് കിടക്കുന്ന ആ നനഞ്ഞ ഇലകളിൽ അമരുന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ ഒരു ഇടിമുഴക്കം പോലെ തോന്നി. എൻ്റെ വിരലുകൾ ട്രിഗറിന് മുകളിൽ ഉറപ്പിച്ചു. ആദ്യത്തെ കരടിയുടെ നെറ്റിത്തടത്തിലേക്കാണ് എൻ്റെ റൈഫിലിൻ്റെ കുഴൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത്. ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായി പോയതുപോലെ. പക്ഷികളുടെ ചലനങ്ങൾ പെട്ടെന്ന് നിലച്ചു. കാറ്റ് വഴിമാറിപ്പോയതുപോലെ. എൻ്റെ വിരലുകൾ ട്രിഗറിന്മേൽ ഒരു ചെറിയ സമ്മർദ്ദം നൽകി. ഇടിമുഴക്കത്തിന് തുല്യമായി എൻ്റെ റൈഫിൽ ശബ്ദിച്ചു. ആദ്യ ഭീകരമായ സ്ഫോടനം ആ താഴ്വരയെ പിടിച്ചു കുലുക്കി. തോക്കിൻ്റെ കുതിപ്പിൽ എൻ്റെ തോൾ പിന്നിലേക്ക് ആഞ്ഞു. വെടിയുണ്ടയുടെ പുക വായുവിൽ പടരുന്നതിനിടയിൽ മരത്തിൻ്റെ മുകളിൽ നിന്നും ആ വലിയ രൂപം താഴേക്ക് പതിച്ചു. ആ കരടി മണ്ണിൽ വന്നു വീണു. മരത്തിൽ നിന്നും ഉണങ്ങിയ ഇലകളും ചില്ലകളും മഴ പോലെ എൻ്റെ മേലേക്ക് വന്നു വീണു. പക്ഷേ അടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒന്നായിരുന്നു. വെടിയേറ്റ് വീണ കരടി മണ്ണിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്നു. എന്നാൽ അവൻ്റെ പങ്കാളിയായ മറ്റേ കരടി, അതായത് പെൺകരടി, ഒരു നിമിഷത്തേക്ക് സ്തബ്ധനായിപ്പോയി. തൻ്റെ തുണയ്ക്ക് എന്തു പറ്റിയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പകപ്പോടെ അവൾ താഴേക്ക് നോക്കി. പെട്ടെന്ന് ആ ഭീകരരൂപം തൻ്റെ മാരകമായ കണ്ണുകൾ എൻ്റെ നേരെ തിരിച്ചു. അവൾ അവളുടെ പിൻകാലുകളിൽ ഉയർന്നു നിന്ന് ഒരു ഗർജനം അവിടെ നടത്തി. ആ കാടിനെ നടുക്കുവാൻ അത് മതിയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഭയമല്ല, കടുത്ത പകയാണ്. വെറും 10 വാരം മാത്രം അകലെ നിൽക്കുന്ന ആ പെൺകരടി. പിന്നെ അവൾ ഒട്ടും താമസിച്ചില്ല. എനിക്ക് നേരെ അവൾ ചാടി. ആ പിടഞ്ഞു കിടക്കുന്ന കരടിയെ മറികടന്ന് അവൾ സർവ്വശക്തിയുമെടുത്ത് പാഞ്ഞു. ഇപ്പോൾ അവൾ കുതിച്ചു ചാടി വരുന്നത് എനിക്ക് നേരെയാണ്. 10 വാര ദൂരമെന്ന് പറഞ്ഞാൽ ഒരു മരണക്കളിയാണ്. ഒരു വലിയ ലോറി ബ്രേക്ക് പൊട്ടി പാഞ്ഞു വരുന്ന വേഗത്തിലാണ് ആ പെൺകരടി എൻ്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് വെറും ദേഷ്യമല്ല, എൻ്റെ ഇണയെ കൊന്നതിനുള്ള തീരാത്ത പകയായിരുന്നു. ആ നിമിഷം എൻ്റെ തലച്ചോറ് മരവിച്ചു പോയി. എങ്കിലും എൻ്റെ കൈകൾ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ റൈഫിലിൻ്റെ കുഴൽ അല്പം കൂടി താഴ്ത്തി. അവളുടെ കൂർത്ത നഖങ്ങൾ നനഞ്ഞ മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നതും പുല്ലും ചെളിയും വായുവിൽ തെറിക്കുന്നതുമെല്ലാം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. പിന്നെ ഞാനൊട്ടും താമസിച്ചില്ല. എൻ്റെ കുഴൽ ആ കരടിയുടെ നേരെ തന്നെ വെച്ചു. അല്പം പോലും വൈകിയില്ല. അവൾക്ക് അവിടെ ജീവൻ പോലും ഒരു പ്രശ്നമല്ല എന്ന് തോന്നി. അവളിപ്പോൾ ആഞ്ഞു കുതിച്ചു വരുന്നത് എൻ്റെ നേരെയാണ്, എന്നെ കൊല്ലുവാൻ വേണ്ടിയാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. ചെളിയും മണ്ണും സ്ലോ മോഷനിൽ തെറിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എൻ്റെ വിരൽ പതിയെ കാഞ്ചിയിന്മേൽ അമർന്നു. രണ്ടാമത്തെ വെടി ആ താഴ്വരയിൽ വീണ്ടും മുഴങ്ങി. വെടിയുണ്ട അവളുടെ ശരീരത്തിൽ തറച്ച ആഘാതത്തിൽ ഒരു ഭീകരമായ നിലവിളിയോടെ അവൾ വായുവിൽ ഒരു മലക്കം മറിഞ്ഞ് താഴെ വീണു. ആ വീഴ്ചയിൽ മണ്ണ് 4 പാടും തെറിച്ചു. അതിന് പുറമെ പൊടിയും പുകയും കാരണം കാഴ്ച ഒരു നിമിഷത്തേക്ക് മങ്ങിപ്പോയി. പക്ഷേ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒന്നാണ് അവിടെ നടന്നത്. ചോരയൊലിപ്പിക്കുന്ന മുറിവുകളുമായി വേദന കൊണ്ട് പുളയുന്ന അവൾ വീണ്ടും തൻ്റെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് അവളുടെ വായിൽ നിന്നും രക്തം കലർന്ന നുരയും പതയും പുറത്തേക്ക് തുപ്പുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും ആക്രോശിച്ചു. ആ ശബ്ദം കേട്ടാൽ ആരും ഭയന്നു പോകും. കാടിൻ്റെ ആത്മാവ് പോലും ഒന്ന് നടുങ്ങിപ്പോയി കാണണം. തൻ്റെ സകല കരുത്തും സംഭരിച്ച് അവൾ വീണ്ടും എൻ്റെ നേർക്ക് ആഞ്ഞെടുത്തു. എൻ്റെ റൈഫിളിൽ ഇനിയും ഒരു വെടിയുണ്ട കൂടി ബാക്കിയുണ്ട്. അതുകൂടി പിഴച്ചാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. മരണത്തിൻ്റെ തണുപ്പ് എൻ്റെ വിരലുകൾക്കിടയിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് അവളുടെ ഹൃദയം ലക്ഷ്യമാക്കി കാഞ്ചി വലിച്ചു. കാടിൻ്റെ ഓരോ കോണിലും ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം തട്ടി പ്രതിധ്വനിച്ചു. മൂന്നാമത്തെ വെടിയുണ്ട അവളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗം തന്നെ തകർത്ത് കളഞ്ഞിരുന്നു. ആ കൂറ്റൻ ശരീരം ഒരു നിമിഷം വായുവിൽ നിശ്ചലമായി പോയതുപോലെ തോന്നി. കുതിച്ചു വന്ന ആ വേഗത പെട്ടെന്ന് നിലച്ചു. അവൾ അവിടെ തന്നെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ അവൾ ഒന്നാടി.
അവളുടെ ശരീരം മുഴുവൻ ഭീകരമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ ശ്വാസം മുട്ടുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുമായിരുന്നു. ഓരോ തുള്ളി രക്തവും ആ നനഞ്ഞ മണ്ണിൽ വീണ് പടരുകയാണ്. അവളുടെ ആ ശൗര്യം പതുക്കെ കെട്ടടങ്ങുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ആ കൂറ്റൻ ശരീരം ഒരു മല ഇടിഞ്ഞു വീഴുന്നത് പോലെ മണ്ണിലേക്ക് നിലം പതിച്ചു. അവിടെ ഒരു ഭീമാകാരമായ ശബ്ദം പടർന്നു. എൻ്റെ കാതുകളിൽ അപ്പോഴും ആ വെടിയൊച്ചയുടെ മുഴക്കം ബാക്കിയുണ്ടായിരുന്നു. തോക്കിൻ്റെ കുഴിൽ നിന്നും നേർത്ത പുക വായുവിൽ അലിഞ്ഞു ചേർന്നു. ആ പുകമറ നീങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് ചലനമറ്റ ആ 2 കരടികളെ. എൻ്റെ കൈകൾ അപ്പോഴും റൈഫിളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴും സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല. ഞാൻ പതുക്കെ വളരെ സൂക്ഷ്മതയോടെ ആ ജഡങ്ങൾക്ക് അടുത്തേക്ക് നീങ്ങി. അവൾ ഇനി എഴുന്നേക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. ആൺകരടി നേരത്തെ തന്നെ ചലനമറ്റിരിക്കുന്നു. പെൺകരടിയുടെ കണ്ണുകൾ ഇപ്പോഴും മലക്കെ തുറന്നിരിക്കുകയാണ്. പക്ഷേ അതിൽ ആ പഴയ ക്രൂരതയില്ല, വെറും ശൂന്യത മാത്രം. ആ പാവം കാവൽക്കാരൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മുഖം എൻ്റെ മനസ്സിലേക്ക് മിന്നിമറഞ്ഞു. ഈ മൃഗങ്ങൾ ചെയ്ത ക്രൂരതകൾ ഒടുവിൽ കാലം പകരം ചോദിച്ചിരിക്കുന്നു. നീലഗിരിയുടെ തണുത്ത കാറ്റ് വീണ്ടും വീശാൻ തുടങ്ങി. വൻമരങ്ങളുടെ ചില്ലകളിലൂടെ കാറ്റ് പോകുമ്പോൾ അത് വലിയ ശീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചു. ഷൗക്കത്ത് ഹാഷ്മി അവിടെ നിന്നും പതിയെ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. നീലഗിരിയുടെ ആ മലനിരകളിൽ അന്ന് സന്ധ്യ മയങ്ങിയപ്പോൾ മഞ്ഞുതുള്ളികൾ വീണ്ടും മരച്ചില്ലകളിൽ നിന്നും പതുക്കെ അടർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. ഷൗക്കത്ത് ഹാഷ്മി സാഹിബ് തൻ്റെ റൈഫിൾ തുടച്ച് വൃത്തിയാക്കി. ആ കാടിൻ്റെ മൗനം അദ്ദേഹത്തിന് ഒരു പുതിയ അർത്ഥം നൽകിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഡേവിഡ് ഹോട്ടലിലെ ആ രാത്രി വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നും ഉണ്ടായില്ല. യൂണിറ്റിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ നരഭോജിയായ കരടികളുടെ ഭീകരതയും ഹാഷ്മി സാഹിബിൻ്റെ ധീരതയും വാതോരാതെ ഓരോരുത്തവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.